സ്കൂൾ ഹോളിഡേസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനെ സംബന്ധിച്ച് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല അല്ലെ. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക മാത്രമല്ല, അവരുടെ അടിപിടികൾക്കും കൂടെ സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും തലവേദന പിടിച്ച പരിപാടി എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികളുടെ അടിപിടിനെ എങ്ങനെ ഒതുക്കാൻ പറ്റും എന്നുള്ളതിന്റെ 3 സൊല്യൂഷൻസ് ആണ്. ഒരു കഷ്ണം കേക്കിന്റെ വലുപ്പം കുറഞ്ഞു പോയത് കൊണ്ടോ, ഒരു റിമോട്ട് കൺട്രോളർ കയ്യിലൊന്ന് വെക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നത്തിലോ, അല്ലെങ്കിൽ 6 മാസമായിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു ടോയ് അനിയൻ എടുക്കുന്ന കണ്ടപ്പോഴൊക്കെ ഇത്രയധികം ദേഷ്യം വരാൻ എന്തായിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ അടിപിടി ഉണ്ടാക്കുന്നത്? നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ആലോചിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഈ കുട്ടി, മൂത്ത കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇളയ കുട്ടി ആയിക്കോട്ടെ, ഈ അടിപിടി ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് ഉറപ്പാണല്ലേ. ഈ ചാൻസസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പെട്ടെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കാരണം ഇത് അറിയേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകൾക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മൾ ആലോചിക്കാറില്ല പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയാണല്ലോ, ഇതുകൊണ്ടാണല്ലോ അടിപിടി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ, ന്യൂ ബോൺ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ കുട്ടി, ആദ്യത്തെ കുട്ടിക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ബോൺ ചൈൽഡിന് നമ്മൾ കൊടുക്കുന്ന അറ്റൻഷനും സ്നേഹവും വാത്സല്യവും കെയറും പ്രൊട്ടക്ഷനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് കൂടുതലാണ് അല്ലെ. നമ്മുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ടാവും. കുട്ടികൾ എന്ന് പറയുന്നത് ആ ഒരു വലയത്തിൽ കിടന്നിട്ട് മതിമറക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും ആദ്യത്തെ കുട്ടി ജനിക്കുന്നതും അവരുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് വരെയുള്ള മൊമെന്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇനി രണ്ടാമത്തെ കുട്ടി അപ്പോഴേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം നേരെ ഈക്വൽ ആവുകയാണ്. ഒറ്റയടിക്ക് അവന്റെ സ്പേസ് പോവുകയാണ്, അവന്റെ സ്നേഹം കുറഞ്ഞു പോവുകയാണ്, അവന് കിട്ടേണ്ട അറ്റൻഷൻ കുറഞ്ഞു പോവുകയാണ്, അവന് കിട്ടേണ്ട കെയർ കുറഞ്ഞു പോവുകയാണ്, അവന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ വരെ ചില സമയങ്ങളിൽ കുറഞ്ഞു പോകുന്ന പോലെ അവന് തോന്നുന്നു. അപ്പൊ മൂത്ത കുട്ടീനെ സംബന്ധിച്ച് സ്വന്തം സ്ഥാനം നിലനിർത്തുക, അതുപോലെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കുക, അറ്റൻഷൻ, സ്നേഹം, എന്റെ കെയറിങ്, എന്റെ വാത്സല്യം, ഇതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിലാണ് ഈ അടിപിടിയിൽ കലാശിക്കുന്നത്. ഈ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ അറിയത്തുണ്ടാവില്ല. ആ സമയത്ത് സ്കൂൾ ഏജിലേക്കൊക്കെ എത്തിയ കുട്ടികളാണെങ്കിലോ അവർക്ക് എല്ലാം ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് ഈക്വൽ ആയിരിക്കണം. എനിക്കുണ്ടല്ലോ, അവനുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജും കൂടെയാണ്. അപ്പൊ ഈ 2 എലമെന്റും കൂടെ വരുമ്പോഴേക്കും നമുക്ക് താങ്ങുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഈ അടിയുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? കൂടുതലും ഈ സ്കൂളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പ്ലാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നത്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം 4 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരു റിവാർഡ്സിനെ പറ്റിയോ കോൺസിക്വൻസസിനെ പറ്റിയോ ഒക്കെ ചിന്തിക്കാനുള്ള ഒരു ലോജിക്കൽ ബ്രെയിൻ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ ഗോയിങ് ആകുമ്പോഴേക്കാണ് അവർക്ക് അതിനെപ്പറ്റിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1-on-1 ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നത്. 1-on-1 ടൈം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എങ്ങനെയായാലും 15 മിനിറ്റ് കൊടുക്കാൻ നോക്കുക. ഈ 15 മിനിറ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരമായിരിക്കും നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത്. ഇതിൽ ആദ്യം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നല്ല ഇന്റർവെൻഷൻ പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല ബിഹേവിയേഴ്സിനെയും ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന്റെ പേര് ഹാപ്പി ജാർ എന്നാണ്. ഈ ഹാപ്പി ജാർ പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ. ഇതില് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് TV ടൈം ആണ്. അതായത് 1 മണിക്കൂറാണ് നിങ്ങൾ കുട്ടിക്ക് TV ടൈം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 പേർക്കും കൂടെ 30 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്ത ടൈമിനെ 5 മിനിറ്റ് ആക്കി മുറിച്ചിട്ട് കടലാസ് കഷ്ണങ്ങളാക്കിയിട്ട് 2 ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 30 മിനിറ്റ് എന്നുള്ളത് 2 ജാറിൽ കാണാൻ പറ്റും. അത് 5 കടലാസായിട്ടും അല്ലെങ്കിൽ 6 കടലാസായിട്ടോ അതിൽ കിടക്കുന്നുണ്ടാവും. ഈ 6 കടലാസിനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്തായിട്ട്, അവരുടെ ബിഹേവിയർ ആയിട്ട്. അതായത് കുട്ടികളെ ഷെയർ ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്നതിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എറിയുന്നതിനെയോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നതിനെയോ ഒക്കെയാണ് നമ്മൾ ഒരു പേന എടുത്ത് ഒരു പേജിൽ എഴുതാൻ പോകുന്നത്. ഇത് അലൗഡ് അല്ല,
അല്ലെങ്കിൽ ഒരു 5 കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അടി അലൗഡ് അല്ല, ചീത്ത വാക്കുകൾ യൂസ് ചെയ്യുന്നത് അലൗഡ് അല്ല, ഹേർട്ട് ചെയ്യുന്നത് അലൗഡ് അല്ല, എറിയുന്നത് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ എഴുതി വെക്കുക. ഈ 5 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു കുട്ടി ചെയ്താൽ എന്റെ ജാറിൽ കിടക്കുന്ന, അതായത് ആ കുട്ടിയുടെ ജാറിലുള്ള 5 മിനിറ്റ് മറ്റേയാളുടെ ജാറിലേക്ക് പോകും. അപ്പൊ അയാൾക്ക് 30 മിനിറ്റ് എന്നുള്ളത് 35 മിനിറ്റ് ആകും. അപ്പൊ അതാണ് അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്, ജാർ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയാം 5 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ 5 കാര്യങ്ങളിൽ ഏത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ സമയം കുറയും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 8 മണിക്കൂറിലുള്ള സമയത്തിനുള്ളിലായിരിക്കണം നിങ്ങളിത് ചെയ്യുന്നത്. ഷോർട്ട് ടൈം സ്കിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഗോളാണ് എപ്പോഴും നല്ലത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബിഹേവിയർ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ റിവാർഡിന്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് ചെയ്യുന്നത് ഷോർട്ട് ടൈം പീരീഡിലേക്കായിരിക്കും. കാരണം കുട്ടികൾക്ക് ഷോർട്ട് ടൈം ഗോൾസ് ആണ് എപ്പോഴും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും നല്ലത് അത്രയും ഷോർട്ട് ടൈം ഗോൾസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു ജാറ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമായിരിക്കണം അതിൽ കീപ്പ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മിനിമം ഒരു 1.5 മാസമെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. 10 ദിവസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ല പോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം 1.5 മാസം ഇത് ഒരേപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടികൾ ഏകദേശം അത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഡന്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് സംശയങ്ങൾ ചോദിക്കാം. ഞാൻ പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ അയക്കുന്നതായിരിക്കും. 1-on-1 ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നത്. 1-on-1 ടൈം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എങ്ങനെയായാലും 15 മിനിറ്റെങ്കിലും കൊടുക്കാൻ നോക്കുക. ഈ 15 മിനിറ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരമായിരിക്കും നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത്. നിങ്ങൾ അവർക്ക് പറയാനുള്ള അവസരം കൂടുതൽ കൊടുക്കുക. അവർക്കൊരു ബുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പറയുക, കഥ വായിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കഥ വായിച്ചു കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുക. ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ അടിപിടിനെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങളെയും ക്യാരക്ടറാക്കി ആ ക്യാരക്ടറിനെ ഉൾപ്പെടുത്തി കഥയിൽ വരുത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലെസൺ കൂടെ നിങ്ങൾക്ക് ആ ഒരു 15 മിനിറ്റിൽ ഉൾപ്പെടുത്താനും പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അധികം റിസൾട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി 3ാമത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പറ്റും. ഈ പറയുന്ന കഥയുടെ കാര്യവും 15 മിനിറ്റ്സിന്റെ 1-on-1 ടൈമും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, കുട്ടികളുടെ ടോയ്സ് ഷെയർ ചെയ്യാൻ പ്രോബ്ലം ഉള്ളതായിരിക്കും. മിക്ക കുട്ടികളും ഈ ടോയ്സിന്റെ പേര് പറഞ്ഞിട്ടാണ് അടിപിടി ഉണ്ടാക്കുന്നത്. ഈ ടോയ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പാരന്റ്സ് ഒരു കാര്യം പറയുന്നത് ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ വീട്ടിൽ എല്ലാ ടോയ്സും എല്ലാവരും ഉപയോഗിക്കണം, അങ്ങനെ ഒരു റൂളും പൊതുവെ എല്ലാവരും വെച്ച് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ, കുട്ടികൾക്ക് ടോയ്സ് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അതൊരു നല്ലൊരു ബിഹേവിയർ അവർക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ്, എമ്പതി ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്, കൈൻഡ് ആവാൻ സഹായിക്കുന്നതാണ്, ഒക്കെ ശരിയാണ്. എന്നാലും കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് പ്രൈവസി ആവശ്യമില്ലേ? അവർക്ക് അവരുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവേണ്ടേ? അവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വീട്ടിൽ, അവരുടെ വാക്കിനും വിലയുണ്ട് എന്ന് അവർ മനസ്സിലാക്കണ്ടേ? അവർക്ക് നോ പറയാനും അവർക്ക് എന്താണ് ചോയ്സ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതിന് പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2-3 ടോയ്സ് എങ്കിലും അത് അവരുടേത് മാത്രമാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. 13 ടോയ്, അതായത് 10-20 ടോയ്സ് ഉണ്ടെങ്കിൽ 20 ടോയ്സിൽ 3 ടോയ്സ് നിന്റേതും, ഈ 3 ടോയ്സ് അല്ലെങ്കിൽ അവരോട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള 3 ടോയ്സ് നിങ്ങളുടേത് മാത്രമാണ്, അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, അത് മാറ്റി വെച്ചേക്കുക. അതിൽ ബാക്കിയുള്ള 10 ടോയ്സ്, ഈ ടോയ്സ് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കളിക്കാനുള്ളതാണ്. ഈ ടോയ്സ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അടിപിടി ഉണ്ടാക്കുകയാണെങ്കിൽ 5 മിനിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു ടോയ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാനുള്ളത് പറ്റുന്ന സമയം. ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കണം. അതാണ് നമ്മുടെ റൂള്. നമ്മുടെ വീട്ടിലൊരു റൂളുണ്ട്, ഇതിങ്ങനെയാണ് എന്ന് തന്നെ നിങ്ങൾ പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാൻ തുടങ്ങും. മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ഈ എൻ്റെ റൂൾ ഇതാണ്, എനിക്ക് ഇത്രയും ടോയ്സ് എൻ്റെ മാത്രമാണ്, ആ ടോയ്സ് എടുത്ത് എനിക്ക് എത്ര വേണമെങ്കിലും കളിക്കാം, പക്ഷെ ഇതുണ്ടെങ്കിൽ ഇതെനിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർ കിടക്കും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയാം. 15 മിനിറ്റ്സ് 1-on-1 ടൈം എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും അത് മാത്രമാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ കുറച്ചും കൂടി ഒരു അറ്റൻഷനും
കെയറും സ്നേഹവും ടൈമും ഒക്കെ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പാക്കുക. അത് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയവും ഇല്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.